മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ കോടതിയിൽ ഹാജരാക്കാനും നീക്കമുണ്ട്. നവമി ദിനേശ് തരുന്നു. നവമി, എന്താണ് പോലീസിന്റെ നീക്കം? എപ്പോൾ മൊഴിയെടുക്കും? ഇന്ന് തന്നെ അക്കാര്യം ഉണ്ടാകുമോ? സജിത്ത്, ഇന്നലെ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പോലീസിനോട് ചൊവ്വാഴ്ച ഇതിലൊരു വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യമായി ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നൽകിയ വീഡിയോകൾ അടക്കം പരിശോധിച്ച് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹണി റോസിനെ മാത്രമല്ല മറ്റ് ചില യൂട്യൂബ് ചാനലുകളിലും ഈ അവതാരികയുടെ യഥാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള പരാമർശങ്ങൾ നടത്തുകയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഇതെല്ലാം ശേഖരിച്ച് ഈ റിപ്പോർട്ടിലടക്കം നൽകി ബോബി ചെമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെയാണ് 2 പരാതികളാണ് ഹണി റോസ് പ്രധാനമായും ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയത്. ആദ്യത്തെ പരാതിയിൽ ഈ ഇനാഗുറേഷൻ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോൾ അവിടെ വെച്ച് പുരാണത്തിലുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെ വെച്ച് തന്നെ ഉപമിച്ചു. അത് തനിക്ക് ഏറെ വേദനയുണ്ടാക്കി എന്നുള്ളൊരു പരാതിയായിരുന്നു. അതിനുശേഷം മറ്റൊരു പരാതി ഈ വിളിക്കാത്ത, അതായത് ബോബി ചെമ്മണ്ണൂരിനെ ക്ഷണിക്കാത്ത വേദികളിൽ പോലും, ഉദ്ഘാടന വേദികളിൽ പോലും തന്റെ അടുത്തേക്ക് വരികയും നിൽക്കെ തന്നെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നടത്തി എന്നൊരു പരാതിയായിരുന്നു രണ്ടാമത്തേത്. ഈ പരാതിയിൽ വിശദമായ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹണി റോസിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹണി റോസിന്റെ സൗകര്യം കൂടി പരിഗണിച്ച ശേഷം ഇന്ന് തന്നെ വൈകുന്നേരത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിശദമായ മൊഴിയെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ അതിൽ ചുമത്താൻ കഴിയുമോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ BNS-ലെ സ്ത്രീകളെ അപമാനിക്കൽ, ഒപ്പം IT ആക്ട് വകുപ്പ് പ്രകാരമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും അതോടൊപ്പം മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നൽകിയ അഭിമുഖങ്ങൾ കൂടി ശേഖരിച്ച് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നത്. രാഹുൽ ഈശ്വർക്കെതിരെ കൂടി ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെ നടത്തിയ ചില പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹണി റോസ് അവരിപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്ന ഒരു കത്തിൽ രാഹുൽ ഈശ്വറിനെ കൂടി രംഗത്ത് വരുന്നു. ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ താങ്കളാണ് എന്നാണ് ഹണി റോസ് ആരോപിക്കുന്നത്. എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു. പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു. പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിക്കാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല. ഹണി റോസ് വർഗീസും കുടുംബവും എന്നതാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഈ കത്തിലൂടെ അവർ വ്യക്തമാക്കുന്ന കാര്യം. ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഈശ്വറിനെതിരെ അവർ നടത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരാമർശം അത് ഹണി റോസിനെ വീണ്ടും കടന്നാക്രമിക്കുന്ന രീതിയിലാണ്. അവരുടെ വസ്ത്രധാരണ രീതി അത് പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, അത് ഉചിതമല്ല, അത് അവർ പുനഃപരിശോധിക്കാൻ തയ്യാറാവണമെന്നും തരത്തിലുള്ള ഹണി റോസിനെ കടന്നാക്രമിക്കുന്ന ശൈലി സ്വീകരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂറിന് അനുകൂലമായി ഈ രാഹുൽ ഈശ്വർ നിലപാടെടുത്തത്. ഇപ്പോൾ അതിനെതിരെയാണ് ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഹണി റോസ് ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഈശ്വറിനെതിരെ ഉന്നയിക്കുന്നത് എന്നുകൂടി പ്രസക്തമാണ്. ഈ കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തുന്ന ശ്രമഫലമായി
എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല, ദ്വയാർത്ഥ, അപമാനക്കുറിപ്പുകൾ തുടങ്ങിയവ എല്ലാം സൈബർ ബുള്ളിയിങ്ങുകൾക്കും പ്രധാന കാരണക്കാർ താങ്കളാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ നീക്കം നടക്കുന്നു എന്ന കാര്യമാണ് ഹണി റോസ് ഉന്നയിക്കുന്നത്. അതിന് കുറ്റക്കാരൻ രാഹുൽ ഈശ്വറാണ് എന്ന കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഈശ്വർക്കെതിരെയും പോലീസിന് നടപടിയെടുക്കാൻ കാരണമാവുന്ന ആരോപണങ്ങൾ ഈ ഹണി റോസ് ഉന്നയിക്കുന്നു എന്നുകൂടി ഈ കത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഹണി റോസിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തുമെന്ന വാർത്തയ്ക്കിടയിൽ സ്വാഭാവികമായും രാഹുൽ ഈശ്വർക്കെതിരെ വലിയ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നു എന്ന കാര്യം കൂടിയുണ്ട്. അതായത് രാഹുൽ ഈശ്വറിൽ നിന്നുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും. അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വറിൽ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത്. താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ PR ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന വലിയ ആരോപണങ്ങൾ കൂടിയുണ്ട്. എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട്, എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട്, എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി, പോർവിളി കമന്റുകളും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്ന വലിയ ആക്ഷേപം നീക്കമാണിപ്പോൾ ഹണി റോസ് പ്രഖ്യാപിക്കുന്നത്. രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വർക്കെതിരെ ഹണി റോസും കുടുംബവും രംഗത്ത് വരികയാണ്. വലിയ നിയമ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വിവാദപരമായ പരാമർശമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുണ്ടായത്. പങ്കെടുത്ത മാധ്യമ ചർച്ചകളിലെല്ലാം രാഹുൽ ഈശ്വർ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ രാഹുൽ ഈശ്വറിന്റെ നിലപാട് പിൻപറ്റി സോഷ്യൽ മീഡിയയിൽ ഓർഗനൈസ്ഡ് ക്രൈം തനിക്കെതിരെ നടക്കുന്നു എന്നതാണ് ഹണി റോസ് ഉന്നയിക്കുന്ന ആക്ഷേപം. അവർ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം നിർണായകമാണ്. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ കഴിയുന്ന വകുപ്പുകൾ പോലീസ് ചുമത്തി നീക്കം നടത്തുമോ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരായ നടപടി എന്താകുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുകൊണ്ട് ഹണി റോസിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ച രാഹുൽ ഈശ്വറിനെതിരെയും പരാതി ഉയരുന്നു. അത് നടപടിയിലേക്ക് പോകുമോ എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഉയർന്നു വരികയാണ്. എന്തായാലും ഹണി റോസിൽ നിന്നും വീണ്ടും പോലീസ് മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് മറ്റൊരു പരാതി കൂടി അവർ ഉന്നയിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചർച്ച നടക്കുന്നതിന്റെ ഭാഗമായി, TV ചർച്ചകളുടെ ഭാഗമായി, അതിന്റെ തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ വളരെ ഓർഗനൈസ്ഡ് ക്രൈം നടക്കുന്നു. അതിൽ രാഹുൽ ഈശ്വർ പങ്കാളിയാണ്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ PR ടീമും ഒക്കെ ഇതിൽ പങ്കാളിയായി നിന്നുകൊണ്ട് തനിക്കും കുടുംബത്തിനുമെതിരെ വലിയ നീക്കം നടക്കുന്നു എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. താനും തന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. അതിന് പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വറാണ്. സമൂഹ മാധ്യമങ്ങളിൽ സംഘടിതമായ നീക്കം നടക്കുന്നു. സൈബർ ബുള്ളിയിങ്ങിന് നേതൃത്വം നൽകുന്നത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിനെതിരെ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. രാഹുൽ ഈശ്വർ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്കെതിരെ വലിയ ആരോപണമാണ് ഹണി റോസ് ഉന്നയിക്കുന്നത്. അവർ നിയമ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ഹലോ ശ്രീ രാഹുൽ ഈശ്വർ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാമോ? ഹണി റോസ് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം വലിയ ആരോപണമാണ്. കടുത്ത മാനസിക സമ്മർദ്ദമാണ്. അവർക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങളുടെ എല്ലാം ഉത്തരവാദി താങ്കളാണ്. താങ്കൾക്കെതിരെ വലിയ നിയമ നീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല. രാമപിള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ പറയുക യോജിക്കുന്നു. ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന, എന്നുമുള്ള അഭ്യർത്ഥന, ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ്. സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് വന്ന വ്യക്തിയാണ്. ഹണി റോസ് നല്ല കലാകാരിയാണ്. പക്ഷേ ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ അത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കാം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം, സംശയമില്ല. ഇനി ഹണി റോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുൽ ഈശ്വർ ഏതെങ്കിലും സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട് 100%. പക്ഷേ 0.001 സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ
തവണ പോലും കൂടാതെ തന്നെ ജയിലിലിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. ഹണി റോസ് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഹണി റോസ് ഇനിയും കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമർശനങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കൂടി എടുക്കണം എന്ന് ഹണി റോസിനോട് പറഞ്ഞു. ഹണി റോസ് ഒക്കെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കാണണം. പ്രത്യേകിച്ച് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഹണി റോസും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം കാണിക്കണമെന്നുള്ളതാണ് ഹണി റോസ്. രാഹുൽ ഈശ്വർ, അതിനപ്പുറം താങ്കൾ നടത്തിയ പരാമർശത്തിനപ്പുറം അതിരൂക്ഷമായ സൈബർ ബുള്ളിയിങ് നടക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കുടുംബം വേട്ടയാടപ്പെടുന്നു, താനും വേട്ടയാടപ്പെടുന്നു. അതിന് ഉത്തരവാദി താങ്കളാണ്. അതാണ് ആക്ഷേപം. താങ്കളുടെ പരാമർശം അത് ഇടവെച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഈ കാര്യത്തിൽ ഹണി റോസ് ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഹണി റോസിന്, അതായത് ഹണി റോസിന്റെ കുടുംബവും മറ്റും വേട്ടയാടപ്പെടുന്നെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ, അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം. അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിനെ, ഹണി റോസിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും നെഗറ്റീവായി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബത്തെ പറയുകയാണെങ്കിൽ, കാര്യം അവർ ഇതിലൊന്നും ഇൻവോൾവ് അല്ലാത്തവരാണ്, അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും വിരോധമില്ല. വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ഇനി രണ്ട് ചുമ്മാ പറയുന്നതല്ല, അതായത് ചുമ്മാ ഒരു സോഫ്റ്റ് ആക്കാൻ പറയുന്നതല്ല. ഹണി റോസിനെയും ഹണി റോസിന്റെ കുടുംബത്തെയും കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്റെ സുഹൃത്ത് നാഷ് ഖാൻ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ്. അപ്പൊ ഹണി റോസിനെ അടക്കം ഹണി റോസിന്റെ കുടുംബത്തെ കുറിച്ച് ബോയ് ഫ്രണ്ട് ആ സിനിമയുടെ കാലം മുതൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അവരുടെ ഫാമിലിയൊക്കെ വളരെ പോസിറ്റീവും കോർഡിയലുമാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹണി റോസിനോടൊപ്പമാണ്, ഹണി റോസിന്റെ കുടുംബത്തോടൊപ്പമാണ്. പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, രാഹുൽ ഈശ്വർ അല്ല, രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന ഈ വിമർശനങ്ങളെ ക്രോഡീകരിച്ച് സമൂഹത്തിൽ സഭ്യമായി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രാഹുൽ ഈശ്വർ, താങ്കൾ അത് പറയുമ്പോഴും താങ്കളുടെ വാദങ്ങളെ ആയുധമാക്കി, ഒരു പക്ഷേ താങ്കൾ നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ കൂടിയും ആയുധമാക്കി സമൂഹ മാധ്യമങ്ങളിൽ അത് ഹണി റോസിനെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും തിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ പരോക്ഷമായെങ്കിലും അതിന് ഉത്തരവാദിയല്ലേ? അല്ല, അങ്ങനെയല്ല. ഹണി റോസിനെ വിമർശിക്കണം. ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം, സോഷ്യൽ ഓഡിറ്റ് ഉയരണം. പക്ഷെ ഹണി റോസിന്റെ സഭ്യതയെ അതിർവനം ലംഘിക്കുന്നതല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ദയവായി ശ്രദ്ധിക്കണം. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ സാരിയെ അല്ല. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ ശരീരത്തെ അല്ല. ഹണി റോസ് എടുക്കുന്ന നിലപാടുകളെ ആക്രമിക്കണം, ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല. ഹണി റോസിന്റെ കുടുംബത്തെ ഒരു കാരണവശാലും ഒന്നും പറയുന്ന കാര്യത്തിൽ ആർക്കും ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ആഭാസം പറയുന്നുണ്ടെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. ഹണി റോസ് ഒരുപക്ഷെ ഈ വിഷയത്തിലായിരിക്കാം ഇത്രയും വിമർശനം കേട്ടത്. എല്ലാ ദിവസവും ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും എല്ലാ ദിവസവും ചീത്തകൾ കേൾക്കുന്ന എനിക്ക് ഹണി റോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും. അതുകൊണ്ട് ഹണി റോസിന് ഐക്യദാർഢ്യമുണ്ട്. പക്ഷെ അത് ആഭാസം പറയുന്നവർക്കെതിരെ, അസഭ്യം പറയുന്നവർക്കെതിരെ ആയിരിക്കണം. വിമർശനം വേറെ, അസഭ്യം വേറെ. ഈ ആഭാസം പറയുന്നവർക്ക് വഴിമരുന്നിരുന്നതായിരുന്നില്ലേ താങ്കളുടെ ആദ്യ ദിവസത്തെ പ്രസ്താവന? അവരുടെ വസ്ത്രധാരണ രീതിയെ പരാമർശിച്ചത് പരസ്യമായി താങ്കൾ തന്നെയല്ലേ? ആഭാസം പറയുന്നവർക്ക് വഴിമരുന്നിടുന്നത് ആ വസ്ത്രമല്ലേ സാർ? രാഹുൽ ഈശ്വർ ഇടുന്ന വസ്ത്രം കാരണമാണോ ഹണി റോസിനെതിരെ വിമർശനം ഉണ്ടാകുന്നത്? ഹണി റോസ് ഇടുന്ന വസ്ത്രം കാരണമല്ലേ? ഹണി റോസ് ഇടുന്ന കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? ഹണി റോസിനെതിരെ വിമർശനം വരുന്നത് അവരുടെ വസ്ത്രധാരണം കാണുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് ഇത് രാവിലെയാണ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ലേ ഉള്ളൂ. ഹണി റോസിനെ ആൾക്കാർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹണി റോസ് സാരിയാണ് ഉടുക്കുന്നത്. പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. ടിപ്പ് ബർസാത്താനിയിൽ നമ്മുടെ രവീന എങ്ങനെ ഉടുക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? ഞാനൊരു കാര്യം ഏറ്റവും ബഹുമാനപരിശം ചോദിച്ചോട്ടെ, അങ്ങക്ക് കണ്ണില്ലേ? അങ്ങക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തേ എന്ന് തോന്നാത്ത ഒരു മലയാളി പോലും ഇല്ല. നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ? താങ്കളും ഞാനും കൂടി കണ്ണടച്ചു പിടിച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ? ലോകത്തിന് ഇരുട്ടാവില്ലല്ലോ. അതുകൊണ്ട് ഹണി റോസ് എന്ന കലാകാരിയെ ഇനിയും മലയാള സിനിമ കൂടുതൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ അവർക്ക് നല്ല റോളുകളും അവാർഡും ഒക്കെ കിട്ടേണ്ടിയിരിക്കുന്നു. ഹണി റോസിനെ ഒരു വരി കൂടെ പറയാം. ഹണി റോസിനെ കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണെന്ന് പറയണം. വളരെ പോസിറ്റീവായ കോംപ്ലിമെന്റ് ആണ്. ഹണി റോസിന്റെ പുതിയ സിനിമ വരുന്നു എന്ന് പറഞ്ഞു റേച്ചൽ. ആ റേച്ചൽ സിനിമയെ നമ്മൾ പോയി കണ്ട് നല്ലതാണെങ്കിൽ പ്രശംസിക്കണം, ചീത്തയാണെങ്കിൽ വിമർശിക്കണം. ഹണി റോസ് ഒരു പബ്ലിക് പേഴ്സണാലിറ്റി അല്ലേ? ആ പബ്ലിക് പേഴ്സണാലിറ്റിയോട് കുറച്ച് വിമർശനങ്ങൾ വരുന്നതിന് അവർക്ക് അസഹിഷ്ണുതയോടെ നേരിട്ടിട്ട് കാര്യമുണ്ടോ? പബ്ലിക് മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ചില കാര്യം, ഹണി റോസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അമല പോളിനെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അമല പോളിലേക്ക് കടക്കുന്നതിന് മുമ്പ് താങ്കൾ ഇപ്പോൾ ഈ പരാമർശിച്ച വാക്കുകൾ തന്നെ ഏറ്റവും വലിയ സൈബർ ബുള്ളിങ്ങിന് സാധ്യതയ്ക്ക് വഴിവെക്കുന്നതല്ലേ? താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് മറ്റൊരു വ്യക്തി പൊതുസമൂഹത്തിൽ സാരി ഉടുക്കേണ്ട രീതിയിൽ തെറ്റുണ്ട്, ഇങ്ങനെയല്ല സാരി ഉടുക്കേണ്ടതെന്ന് മറ്റൊരാളോട് പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് എവിടെ ഉണ്ടാകും? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം,
താങ്കൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് വലിയ സൈബർ ഇടത്താണ്. ആ സൈബർ ഇടത്ത് ഇതൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെട്ട് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുമെന്നുള്ള സാധ്യത താങ്കൾ എന്തുകൊണ്ട് അറിയുന്നില്ല? വീണ്ടും വീണ്ടും ഇത് താങ്കൾ ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്? സാർ, ആ വീണ്ടും വീണ്ടും ആ വസ്ത്രം ഇടുന്നോണ്ട് ഞാനാണോ, രാഹുൽ ഈശ്വറാണോ ഇത് പറയുന്നത്? ഹണി റോസ് വരുമ്പോൾ എടുക്കുന്ന വൾഗർ ആംഗിളുകളും വൾഗർ ക്യാമറ കണ്ണുകളും മോശകരമായ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ? അതിനെ ഏറ്റവും സഭ്യമായി മര്യാദയോടുകൂടി പൊതിഞ്ഞു കെട്ടി പറയുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ഹണി റോസിനോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവും ആദരവുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ആർക്കും ആരെയും എന്താ പറയണേ, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ത് ചെയ്താലും അവരെ വിമർശിക്കാൻ പാടില്ല. നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് താങ്കളുടെ നിലപാട് കൊണ്ടാണ് സുഹൃത്തെ ആ സംശയം ഉണ്ടാവുന്നത്. കാരണം താങ്കളുടെ കണ്ണിലൂടെ സമൂഹത്തെ കാണാൻ ശ്രമിക്കുകയാണ്. അതല്ലേ അതിന്റെ യഥാർത്ഥ പ്രശ്നം? സമൂഹത്തിന്റെ കണ്ണിലൂടെയല്ലേ ഹണി റോസിനെ കാണുന്നത്? ഇത് ഞാൻ ഒരു കാര്യം അങ്ങ് നെഞ്ചിൽ കൈവച്ച് പറയണം, വേറെ ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയല്ല. ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് അങ്ങേക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് പറയാനുള്ള എന്താ ബൗദ്ധിക കപടത അങ്ങേക്കുണ്ടോ? അയ്യോ ഇല്ലല്ല, അയ്യോ എന്താ ഹണി റോസിന്റെ പ്രശ്നം, ഞാൻ എനിക്ക് ഡ്രസ്സൊന്നും കണ്ടു തോന്നിയില്ല എന്ന് പറയാനുള്ള സത്യസന്ധത ഇല്ലായ്മ അങ്ങേക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സുഹൃത്തെ ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ തോന്നുന്ന ഏതു തരം വികാരങ്ങളായാലും അത് പരസ്യവേദിയിൽ തുറന്നടിച്ച് പറയുക എന്നതിനപ്പുറം ഒരു ക്രൈം ഉണ്ടോ? ആ ക്രൈമല്ലേ താങ്കൾ ആവർത്തിക്കുന്നത്? അതിൽ കപടതയുടെ മുഖം താങ്കൾ ചേർക്കേണ്ടതുണ്ടോ? അല്ല, ആ ക്രൈം ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ വിമർശിക്കുന്നതോ പരാമർശിക്കുന്നതോ ആണ്. ഉദാഹരണം കുന്തി ദേവി പരാമർശം, അത് ശരിയല്ല. ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ചു കാണും. ബോച്ചെ മാപ്പ് പറയണമെന്നും ബോച്ചെ ചെയ്തത് തെറ്റാണെന്നും ആദ്യം പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനായിരിക്കും. ബോച്ചെ മാപ്പ് പറയണമെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് ബോച്ചയെ വ്യക്തിപരമായിട്ട് അറിയാം. ബോച്ചയുടെ ലോക റെക്കോർഡ് പരിപാടി ഹോസ്റ്റ് ചെയ്ത് ഞാനാണ്. എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ബോച്ചെ അഭിനന്ദിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ബോച്ചെ ഇത് ചെയ്തത് തെറ്റായിപ്പോയി, ബോച്ചെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ വ്യക്തിയായ ഞാൻ ബോച്ചയെ ന്യായീകരിച്ചു പറയാൻ പറ്റുമോ? ഇത്രയും ചർച്ചകളിൽ ഞാനിരുന്നു. ഹണി റോസിനെതിരെയോ കുടുംബത്തിനെതിരെയോ ഒരു അധിക്ഷേപ പരാമർശം, ഒരു ആഭാസ വർത്തമാനം ഞാൻ പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ? ഇതല്ല, ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ വിമർശനം ഉണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി ബഹുമാനപുരസ്സരം പറയും. തിരിച്ചു എന്നെ പറയാം, ഹണി റോസ് എന്നെയും ശക്തമായി വിമർശിച്ചു, അതിരൂക്ഷമായി എന്നെ കടന്നാക്രമിച്ചുകൊണ്ട് ഇയാൾ പൂജാരി ആവാത്ത നന്നായി, ഇയാൾ പൂജാരി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് ഡ്രസ് കോഡൊക്കെ നിർണ്ണയിച്ചേനെ എന്ന് പറഞ്ഞു. ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനിക്കുന്നു. ഹണി റോസും കൂടി ഇത്തരം കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആകണം, ശ്രദ്ധിക്കണം. ഹണി റോസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഇനി രണ്ട്, ഹണി റോസിന് വിഷമം ഉണ്ടായി എന്ന് പറയുന്നു. ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു, ആ വിഷമത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നു. ഹണി റോസിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹണി റോസിന്റെ വിഷമത്തോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആ വിമർശനം സോഷ്യൽ ക്രിറ്റിസിസമാണ്, സാമൂഹിക വിമർശനമാണെന്ന് പറയുന്നു. എന്റെ ഡിപ്രഷൻ പോലുള്ള വാക്ക് അങ്ങ് ഉപയോഗിച്ചാണ് കേട്ടോ. ഞാൻ കണ്ടില്ല, ഞാൻ സമൂഹ മാധ്യമങ്ങൾ കണ്ടില്ല. എനിക്ക് ഇന്നലെ എരുമേലി പള്ളി പരിപാടി ഉണ്ടായിരുന്നു, രാത്രി വന്നപ്പോൾ ലേറ്റായി. ഹണി റോസിന്റെ വിഷമം ഉണ്ടെങ്കിൽ ഹണി റോസിനോടൊപ്പം, ഹണി റോസിനൊപ്പം ഞാൻ നിൽക്കുന്നത് പറയുമായിരിക്കും, പക്ഷേ ആ വിഷമത്തോടൊപ്പമാണ്, ഹണി റോസിനോട് ബഹുമാനമാണ്, ഹണി റോസിന്റെ വിഷമത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ ഒരു ആഭാസമെങ്കിലും പറഞ്ഞെങ്കിൽ മറുവാദം പോലും ഇല്ലാതെ എന്നെ ജയിലിലിടണം, എന്നെ വിചാരണയൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഏതെങ്കിലും അത്തരമൊരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ, ഹണി റോസിനെ സംബന്ധിച്ചൊരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ പോലും കൂടാതെ ജയിലിലിടണം. ഞാൻ മറുവാദം പറയുക പോലുമില്ല. ഞാൻ കോടതിയിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റി നടത്തിയേക്കാം. ഒരു വാക്കെങ്കിലും ഹണി റോസിനെ ഞാൻ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണ കൂടാതെ എന്നെ ഈ 1 വർഷമോ 3 വർഷമോ ജയിലിലിടണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഏതെങ്കിലും മോശമായ പ്രയോഗം നടത്തിയോ എന്ന താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ നടത്തി എന്നത് തന്നെയാണ്. അത് താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ താങ്കൾക്ക് ചോദ്യം ചെയ്യാൻ എന്ത് അധികാരം സുഹൃത്തെ? അത് താങ്കളാണ് പറയേണ്ടത്. താങ്കൾക്ക് ഞാൻ ചോദിക്കട്ടെ, പറ്റില്ല, താങ്കൾ എന്തിനു ചോദ്യം ചെയ്യണം? അതെന്തിനാണ് താങ്കൾ മറ്റൊരാൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ താങ്കൾ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? ബോച്ചയുടെ ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആര് ചോദ്യം ചെയ്തു? ബോച്ചയ്ക്ക് സംസാരിക്കാൻ ഞാൻ ബോച്ച ന്യായീകരിക്കല്ല കേട്ടോ, ഞാനൊരു വെറും ഒരു ആർഗ്യുമെന്റ് ആയിട്ട് സൂചിപ്പിക്കുകയാണ്. ബോച്ചയ്ക്ക് സംസാരിക്കാൻ അവകാശമില്ലേ? ബോച്ച സംസാരിക്കുന്നതിനെ താങ്കൾ എന്തിനാണ് എതിർക്കുന്നത്? ബോച്ച സംസാരിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ താങ്കൾ കേൾക്കാതിരുന്നാ പോരെ? ബോച്ച ചോദ്യം ചെയ്യുന്നത് മറ്റൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയാണ്, അവരുടെ മേലുള്ള കടന്നുകയറ്റമാണ്. അത് അവർക്ക് പരാതി ഉണ്ട്, ബോച്ച നിയമ നടപടി നേരിടണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ്, താങ്കൾ ഈ പറഞ്ഞത് കറക്റ്റാണ്. അതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം സാമൂഹിക പ്രതികരണം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ താങ്കൾ ചോദ്യം ചെയ്താൽ അവർക്കതിൽ പരാതി ഉണ്ടെങ്കിൽ താങ്കൾ നിയമ നടപടി നേരിടണം. ആദ്യം അത് അംഗീകരിച്ച താങ്കൾ ഇതും അംഗീകരിക്കണം. ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന എനിക്ക് അവകാശം തരുന്നുണ്ട്. അത് നിയമവ്യവസ്ഥ പറയട്ടെ. എന്തായാലും ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നതിന്റെ ഉപവകുപ്പായ ഡീസൻസി ആൻഡ് മൊറാലിറ്റി,
ഹണി റോസിന്റെ വസ്ത്രധാരണവും ബോച്ചയുടെ സംസാര സ്വാതന്ത്ര്യവും ഇത് രണ്ടിനെ വിമർശിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാനമായ ആർട്ടിക്കിൾ 19 ഡീസൻസി എന്നൊരു വകുപ്പ് തന്നെ ഉണ്ട്. ആ ഡീസൻസി, മര്യാദ, മിതത്വം, സഭ്യത, മാന്യത ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ്. ആ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ഭാഗമായ റീസണബിൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റീസണബിൾ ആയ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഡിഫമേഷൻ ഉണ്ട്, ഡീസൻസി ആൻഡ് മൊറാലിറ്റി ഉണ്ട്, പിന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കരുതെന്നുണ്ട്. ഇങ്ങനെ പല ക്ലോസുകളിൽ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് തന്നെയുണ്ട്. ശരി, എന്തായാലും താങ്കൾ പൊതുവിടങ്ങളിൽ സ്ത്രീകൾ എങ്ങനെ വസ്ത്രധാരണം നടത്തണം എന്നത് സംബന്ധിച്ച് താങ്കൾക്ക് വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ശരി, പുരുഷന്മാരുടെ കാര്യത്തിൽ വസ്ത്രധാരണം സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ ഇക്കാര്യത്തിൽ? 100% ഉണ്ട്. ഞാനൊരു സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടോ ഞാൻ ടോപ്ലെസ് ആയിട്ടോ ഏതെങ്കിലും പരിപാടിക്ക് ഇനോഗ്രേഷൻ പോകാൻ സാധിക്കൂ? ഞാൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉണ്ണി മൂന്തൻ സിക്സ് പാക്ക് ആയിട്ടാണോ ഇനോഗ്രേഷൻ പോകുന്നത്? ശരി, താങ്കൾ ഈ വാദിക്കുന്ന ബോച്ചയുടെ വസ്ത്രധാരണ രീതിയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇല്ല, ബോച്ചെ വസ്ത്രധാരണം ഏതെങ്കിലും അമാന്യമായ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടോ? ബോച്ച ഏതോ രോഗത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായി ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ആയിക്കോട്ടെ, അദ്ദേഹം അത് പറയുന്നു. ബോച്ച ഏതെങ്കിലും രീതിയിൽ ഷർട്ട് ഇല്ലാതെയാണോ പരിപാടികൾക്ക് പോകുന്നത്? ഉണ്ണി മൂന്തൻ സിക്സ് പാക്ക് ആണ് എന്ന് പറഞ്ഞ് സിക്സ് പാക്ക് കാണിച്ചുകൊണ്ടാണോ ഉണ്ണി മൂന്തൻ ഇനോഗ്രേഷൻ പോകുന്നത്? അല്ലെങ്കിൽ പൃഥ്വിരാജോ നമ്മുടെ ഫാഫാസിലോ ഏതെങ്കിലും രീതിയിൽ ഷർട്ട്ലെസ് ആയിട്ടാണോ പോകുന്നത്? ഞാൻ പറയുന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമല്ല. പകൽ പോലെ വ്യക്തമല്ല, അതുകൊണ്ടാണ് സംശയം ചോദിക്കുന്നത്. സുഹൃത്തെ, താങ്കൾ വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയിൽ പ്രശ്നം കാണുന്ന താങ്കൾ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വസ്ത്രധാരണ രീതിയിൽ ഈ പ്രശ്നം കാണാതെ പോകുന്നു? താങ്കൾ ഏത് മാനദണ്ഡമാണ് ഉപയോഗിക്കുന്നത്? ചോദ്യമാണ് സാർ, വളരെ നല്ല ചോദ്യമാണ്. ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. അമല പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള നടിയാണ്. നമ്മുടെ റൺ ബേബി റണ്ണിലൊക്കെ ഗംഭീര പെർഫോമൻസ് നടത്തുകയും തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാർ തരത്തിലുള്ള ലേഡിയാണ്. അവർ ഒരു കോളേജിലേക്ക് പോയി. ആ കോളേജിൽ ചെന്നപ്പോ നെക്ക് ലൈൻ വളരെ താഴ്ന്ന് മറ്റേ ക്ലീവേജ് അമിതമായി പ്രദർശിപ്പിക്കുന്ന ഒരു ഡ്രസ്സാണ് അവർ അതിലിട്ടിരുന്നത്. അത് ശരിയല്ല എന്ന് അമല പോളിന്റെ ഇഷ്ടമുള്ളതോടുകൂടി തന്നെ വിമർശിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ്? ഒരു കോളേജാണ്, സരസ്വതി ക്ഷേത്രമാണ്, പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു മാന്യതയും മര്യാദയും കാണിക്കണം. അവിടെ ഈ കുട്ടി ഫ്രോക്കും മിനി സ്കേർട്ടും ഈ ഭയങ്കര ലോ നെക്ക് ലൈൻ വിട്ടുപോയാൽ അത് കോളേജിന്റെ ഒരു അന്തരീക്ഷത്തെ ബാധിക്കും. നൈറ്റ് ക്ലബിൽ പോവാണെങ്കിൽ ഈ ഡ്രസ്സിൽ പോവാം. അതായത് അമല പോൾ നൈറ്റ് ക്ലബിലേക്കാണ് പോകുന്നത്. താങ്കൾക്ക് പോകാൻ പറ്റുന്ന ലൈൻ എവിടം വരെ എന്നുള്ള മുൻധാരണയിൽ ഞാൻ പറയുകയാണ്. ഇതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായി എന്തുകൊണ്ട് താങ്കൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം ഈ അല്ല സുഹൃത്തെ, ഈ താലിബാൻ പോലെയുള്ള രാജ്യങ്ങളിലാണ് വസ്ത്രധാരണത്തിനും വ്യക്തി ജീവിതത്തിലടക്കം കൃത്യമായ രാഷ്ട്ര നിയന്ത്രണം നിഷ്കർഷിക്കുന്നത്. ഇന്ത്യയിൽ പോലും നമ്മൾ എത്ര വിമർശനം ഉന്നയിച്ചാൽ നമ്മൾ ഈ BJP സർക്കാർ പോലും വലിയ തരത്തിൽ വിമർശനം ഈ കാര്യങ്ങളിലൊക്കെ നേരിടുന്നതാണ്. അവർക്ക് പോലും അത്തരമൊരു ആക്ഷേപമില്ല. പക്ഷെ താങ്കൾ ഇപ്പോഴും ആ ലോകത്ത് നിന്ന് ആ കാര്യങ്ങളെ കാണുന്നു എന്നതാണ്. പേടിയില്ല. ഈ ഭരണത്തിലിരിക്കുന്ന പല ആൾക്കാർക്കും, വലതുപക്ഷത്ത് നിൽക്കുന്ന പല ആൾക്കാർക്കും മാധ്യമങ്ങളെയും ലിബറലുകളെയും ഫെമിനിസ്റ്റുകളെയും പേടിയാണ്. എനിക്ക് ലിബറലുകളെയും ഫെമിനിസ്റ്റുകളെയും അങ്ങനെ പേടിയൊന്നുമില്ല. ഒന്ന്. രണ്ട്, ന്യൂസ് 18 അടക്കമുള്ള ചാനലുകളെ ആങ്കേഴ്സ് എത്ര മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. അമല പോൾ ധരിച്ച പോലൊരു വസ്ത്രമിട്ട് അങ്ങ് ന്യൂസ് ചെയ്യാൻ അനുവദിക്കൂ? അങ്ങ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? അമല പോൾ അന്ന് ഇട്ടുകൊണ്ട് വന്ന വസ്ത്രമിട്ട് നിങ്ങളുടെ ചാനലിലിരുന്ന് ന്യൂസ് വായിക്കാൻ നിങ്ങൾ അനുവദിക്കൂ? എന്താ അനുവദിക്കാത്തത്? അമല പോളുടെ സ്വാതന്ത്ര്യമല്ലേ അത്? അപ്പോൾ നമ്മൾ എന്തിനാണ്, ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നത്? അമല പോൾ ഇടുന്നത് പോലെ, അമല പോൾ ഒരുപാട് സ്ഥലത്ത് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. അമല പോളിന്റെ ഒരു ഡ്രസ്സ് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കോളേജിൽ പോയൊരു ഡ്രസ്സ്. നമ്മുടെ ആസിഫ് അലി ഒക്കെ ഉണ്ടായിരുന്നു. ആസിഫ് അലി എനിക്ക് വലിയ ഇഷ്ടമാണ്, അമല പോളിന് ഇഷ്ടമാണ്. അമല പോൾ ഒരു പ്രത്യേക കോളേജിൽ, പള്ളിയുടെ കോളേജിൽ, ഒരു സരസ്വതി ക്ഷേത്രം എന്ന് പറയുന്ന കോളേജിൽ അങ്ങനെ റിവീലിംഗ് ആയ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് പോയി. ആ വസ്ത്രം ഇട്ടുകൊണ്ട് ന്യൂസ് 18 നിങ്ങൾ വാർത്ത വായിക്കാൻ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങയോട് ഇപ്പം ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. പറഞ്ഞോളൂ. അതെന്താ? അത് വാർത്താവതരണവും ഇതുമായി കൂട്ടിയിണക്കേണ്ട. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വസ്ത്രം ധരിക്കേണ്ടതിന് അതിൻ്റെതായ ഡ്രസ് കോഡും രീതികളും ഉണ്ടാവും. ആ രീതിയിൽ പറയട്ടെ. തീർന്നില്ല. പൊതുവേദിയിൽ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നുള്ള അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അതവർക്ക് വിട്ടുകൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ സാർ? കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? മാധ്യമ സ്ഥാപനം മാത്രമാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ? അതെന്താ? മാധ്യമ സ്ഥാപനം മാത്രമാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ? കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുന്നത്. ഈ 18-20 വയസ്സായ പെൺകുട്ടികൾ ഇത് കണ്ടല്ലേ വളരുന്നത്? അല്ലെങ്കിൽ 20-21 വയസ്സായ പയ്യന്മാർ ഇതിലല്ലേ ക്യാമറ എടുക്കുന്നത്? അവരങ്ങനെ ധരിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളവർ ക്യാമറ എടുത്തു, വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? നമ്മൾ ഹണി റോസ് ആണ് സംസാരിച്ചത്. ഹണി റോസ് ഒരു ഉദാഹരണം പറയും. നേരത്തെ ഹണി റോസിനെ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അമല പോളിനെ പറഞ്ഞത്. അതെ,
അല്ല, ഹണി റോസ് പൊതുവേദിയിൽ വസ്ത്രം ധരിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ പൊതുവേദിയിൽ ഇങ്ങനെയേ ധരിക്കാമൂ എന്ന് താങ്കൾ മാത്രം നിഷ്കർഷിച്ച ഒരു സംവിധാനമുണ്ട്. രാഹുൽ ഈശ്വർ ആരും അല്ലല്ലോ നിഷ്കർഷിക്കാൻ. ഹണി റോസ് വലിയൊരു സെലിബ്രിറ്റിയാണ്. നമ്മുടെ ഏത് നിയമ സംവിധാനത്തിന്റെ പിന്തുണയാണ് താങ്കൾ ഈ പറയുന്ന അവകാശവാദങ്ങൾക്കുള്ളത്? അല്ല സാർ, അല്ല, ഹണി റോസിനെ മാത്രമല്ല, അങ്ങേക്ക് ഇത്രയും കാലത്തെ എന്റെ കാലെടുപ്പ് നോക്കാം. ഒരു സ്ത്രീയെയും ലൈംഗിക ദ്വയാർത്ഥത്തോടെ ഇന്നേ വരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനിയും പറയത്തുമില്ല. അങ്ങനെ ഏതെങ്കിലും സ്ത്രീയോട് പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി വിമർശിക്കും, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യും. ഈ ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടി കുന്തി ദേവിയാണെന്നൊന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം അത് ചീത്തയാണ്. ഇനി ഒരു വരി കൂടെ പറയാം, അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് തെറ്റിപ്പോയത് ഞാൻ പബ്ലിക്കലി തിരുത്തിയിട്ടുണ്ട്. ഞാൻ നേരെന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാനും അഡ്വക്കേറ്റ് മിനി മാഡവും അഡ്വക്കേറ്റ് ജയശങ്കർ സാറും ഒരു രംഗത്തുണ്ട് നേരിൽ. അപ്പോൾ ഞാൻ അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു. എന്നെ എന്നും എതിർക്കുന്ന അഡ്വക്കേറ്റ് മിനി മാഡം എന്നെ ഉപദേശിച്ചു, രാഹുലെ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ശരിയാണ് മാഡം, മാഡം പറഞ്ഞതാണ് എന്റെ ശരി, ഞാൻ ഇനി ഉപയോഗിക്കില്ല. കാര്യം ആ വാക്ക് വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ആ വാക്ക് ഇനി ഉപയോഗിക്കില്ല. ഞാൻ എന്റെ ആ തെറ്റ് മനസ്സിലാക്കുന്നു, പാഠം പഠിക്കുന്നു. അതിനുശേഷം ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. ന്യൂസ് 18 ഞാൻ ആദ്യം ഈ വാക്ക് ഉപയോഗിച്ചത്. എന്നെ രേണുക മാഡം ഒക്കെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇതെന്റെ ഒരു സോഷ്യൽ റോങ് ആണ്. ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീയെയും ലൈംഗികോദ്ദീപകരമായി അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പറഞ്ഞ് രാഹുൽ ഈശ്വർ ഇന്നേ വരെ വിമർശിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഇത്ര യൂട്യൂബ് ഒക്കെ ഉള്ള കാലമല്ലേ, ഉണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ മലയാളി ഹൗസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് വിമർശിക്കാം. അങ്ങനെ ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിചാരണ പോലും തരണ്ട. ഞാനത് ആ കുറ്റം നേരെ അഡ്മിറ്റ് ചെയ്ത് എന്നെ 3 വർഷത്തേക്ക് ജയിലിലിടണമെന്നാണ് ഞാൻ പറയുന്നത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇല്ല എന്ന് ആവർത്തിക്കുന്ന രാഹുൽ ഈശ്വർ, താങ്കൾ പക്ഷേ താങ്കൾ സ്വയം ചെയ്യുന്ന തെറ്റെന്തെന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ല എന്ന പൊതുബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് എന്റെ മാത്രം ബോധ്യമല്ല, അത് പൊതുസമൂഹവും ആ തരത്തിൽ താങ്കളെ വിലയിരുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമന്റ് എന്താണെന്ന് അങ്ങയുടെ ചാനലിന്റെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി. പൊതുസമൂഹത്തിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ ഇത്രയും മാധ്യമങ്ങൾ അപ്പുറത്ത് നിന്ന് എനിക്ക് നേരെ വെടിയുതിർത്തിട്ടും അതിന്റെ നിലപാട് പൊതുസമൂഹത്തിന്റെയും സാധാരണ മലയാളികളുടെയും എന്താണെന്നറിയാൻ വെറുതെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ യൂട്യൂബിന്റെയോ സോഷ്യൽ മീഡിയ കമന്റ് നോക്കിയല്ല പൊതുബോധം സൃഷ്ടിക്കപ്പെടുക. പൊതുബോധം അല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ താങ്കൾ അടക്കമുള്ളവർ സംസാരിക്കുന്നത് സൈബർ ബുള്ളിങ്ങിന് ഇടവെക്കുന്നു എന്ന തെളിവ് കൂടിയാണ് ഈ കമന്റുകൾ. അതാണ് അത് തന്നെയാണ് ഇവരെ ആവർത്തിക്കപ്പെടുന്നത്. പാടില്ല. 100% അങ്ങോട്ട് യോജിക്കുന്നത്. 1% പോലും യോജിപ്പില്ല. 100% സൈബർ ബുള്ളിയിങ് തെറ്റാണ്, ക്രൈമാണ്. സൈബർ ബുള്ളിയിങ് പാടില്ല, സൈബർ അബ്യൂസ് പാടില്ല. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇത് ഹണി റോസിനോടുള്ള റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമാണ്, ബഹുമാനത്തോടെയുള്ള വിമർശനമാണ്. ഹണി റോസ് ആ വിമർശനം ഉൾക്കൊള്ളണം. ഹണി റോസിനെ ആദരവോടെ ഇഷ്ടത്തോടെ പറയുന്നതാണ്. ഹണി റോസ് ആ വിമർശനം ഉൾക്കൊള്ളണം. ഹണി റോസ് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, ഒരുപാട് ഇനോഗ്രേഷൻ പോകണം. പക്ഷേ ആ പോകുമ്പോൾ ഹണി റോസിന്റെ ആ വസ്ത്രത്തിന് കുറെ കൂടെ മിതത്വം വേണം. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഈ സോഷ്യൽ മീഡിയ കമന്റുകളുടെ കാര്യം പറയുന്നു. ആ കമന്റുകൾ ഉദ്ധരിക്കുമ്പോൾ തന്നെ താങ്കൾക്കെതിരായ നിരവധി കമന്റുകളുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലത്തടക്കം താങ്കൾ വേട്ടക്കാർക്കൊപ്പം നിലയുറപ്പിച്ചു എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അവസാനം സാക്ഷാൽ സർക്കാർ പോലും എത്തിയത് ഈ വലതുപക്ഷക്കാരനായ ആക്ടിവിസ്റ്റ്, സാധാരണ വലതുപക്ഷക്കാരനായ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറിന്റെ നിലപാടിലേക്കല്ലേ ഇടതുപക്ഷ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും എത്തിയത്. കാര്യം ഞാൻ പറയുന്നത് ആർക്കും വേണ്ടിയല്ല, ഞാൻ പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെയാണ്. നമ്മുടെ സ്ത്രീകളുടെ വേദനയും വിഷമവും മനസ്സിലാക്കുന്നു. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാര്യം 30 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് അതിന്റെ പേര് ശിക്ഷിക്കാൻ കഴിയില്ല. എല്ലാവരും അന്ന് എന്നെ ചീത്ത വിളിച്ചു, നീ ക്രിമിനൽസിന് കൂട്ടുനിൽക്കുകയാണെന്ന്. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സമാനമായ സ്റ്റാൻഡല്ലേ എടുത്തത്, ഗവൺമെന്റ് സമാനമായ സ്റ്റാൻഡല്ലേ എടുത്തത്. ഹേമ കമ്മിറ്റിയിൽ ഇതുവരെ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അജണ്ടകളൊന്നും ഇല്ലാതെ സത്യസന്ധമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ നിലപാടിലേക്ക് വരുന്നത്. ഒരു കാര്യം കൂടെ അങ്ങ് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 1-2 വർഷത്തിൽ സംഭവിച്ച എല്ലാ സോക്കോൾഡ് സ്ത്രീപീഡന പരാതി കേസുകളും നോക്കുക. ഞാൻ എടുത്ത നിലപാടല്ലേ ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഒക്കെ സ്വീകരിച്ചത്. ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ, ഒമർ ലുലുവിന്റെ കാര്യത്തിൽ, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ, ഇനി ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ എടുത്ത നിലപാട് ഞാൻ എടുത്തതല്ലേ. കാര്യം ഇത് ഞാൻ സത്യസന്ധമായ നിലപാടെടുക്കുന്നു. ഈ സ്ത്രീകളോടെല്ലാം യോജിപ്പാണ്. പക്ഷെ സാർ അപ്രായോഗികമല്ല. ഇനി ഒരു വരി കൂടെ പറയാം. നാളെ താങ്കൾക്കും എനിക്കെതിരെ കേസ് ഒന്നുമിരിക്കട്ടെ, നമുക്കാരും കാണില്ല. നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല. ഉടനെ നമ്മൾ സ്ത്രീപീഡകനാകും, മോശകനാകും, നമുക്ക് ജോലി പോകും, നമുക്ക് സാലറി ഇല്ലാതാകും, നമ്മളെ പിന്നെ പൊതുസമൂഹം ചീത്തയായിട്ട് കാണും. നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പറയാൻ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യം ഈ നാട്ടിലെ ആണുങ്ങൾ തിരിച്ചറിയണം. നാളെ രാഹുൽ ഈശ്വറിനെതിരെ ഒരു വ്യാജ പരാതിയെങ്കിലും വന്നാൽ ഞാൻ ജയിലിൽ കിടക്കും. ഈ സിദ്ദിഖിനെ പോലെ മുകുൾ റോഹത്തകി ഒന്നും എൻഗേജ് ചെയ്യാനോ രാമപിള്ള സാറിനെ എൻഗേജ് ചെയ്യാനോ എന്റെ കാശില്ല. എന്റെ വീട്ടുകാരും വിചാരിക്കും 50 ലക്ഷം സുപ്രീം കോടതി കൊണ്ട് കളയുന്ന എന്തിനാ, ഇവ വേണമെങ്കിൽ 2 മാസം ജയിലിൽ കിടക്കട്ടെ എന്ന്.
ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ജോലിയില്ല, എനിക്ക് ജീവിതമില്ല. ഈ അവസ്ഥയിൽ ഞാനും താങ്കളും കടന്നു പോകും. ഇത് അതിര് കടക്കുകയാണ്. നമ്മൾ പുരുഷന്മാർക്ക് പറയാൻ ആരുമില്ല എന്നങ്ങ് തിരിച്ചറിയണം. താങ്കൾ ആ പുരുഷന്മാർക്ക് വേണ്ടി, അതായത് ബോച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ്. എന്തായിട്ടും അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്തായാലും ഈ ഹണി റോസിന്റെ പരാതിയിൽ കടുത്ത ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് പരാതിയായി കോടതിയിലെത്തുമ്പോൾ തന്നെ നോക്കാം ഏതിലാണ്, സോഷ്യൽ മീഡിയയിലാണോ അതെ, അവരുടെ പേജിലാണ്, സോഷ്യൽ മീഡിയ പേജിലാണ് പരാതി. ഇപ്പം തന്നെ നോക്കാം, ഇന്ന് തന്നെ മറുപടി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇപ്പം തന്നെ നോക്കുകയും ചെയ്യും. ശരി ശരി, എന്തായാലും അതിന്റെ നിയമ നടപടികൾ എന്തായാലും താങ്കൾ നേരിടാൻ തയ്യാറാണ് അല്ലേ? യെസ്, രാഹുൽ ഈശ്വറാണ് സംസാരിച്ചത്. കടുത്ത ആരോപണമാണ് ഹണി റോസ് ഉന്നയിക്കുന്നത്. അതേസമയം ഈ വിവാദ പരാമർശം രാഹുൽ ഈശ്വർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അല്പസമയം മുമ്പ് ന്യൂസ് 8നോട് സംസാരിക്കുമ്പോഴും രാഹുൽ ഈശ്വർ നിലപാടുകൾ ആവർത്തിക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. ഈ പരാമർശമടക്കം തനിക്കെതിരായ സൈബർ ബുള്ളിങ്ങിന് വഴി തുറന്നു എന്നതാണ് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. അത് വീണ്ടും ആവർത്തിക്കുന്നു. ഈ വീഡിയോ തെളിവുകളടക്കം ഹാജരാക്കുമെന്ന കാര്യം കൂടി ഹണി റോസ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു.